തമിഴ്നാട്ടിലെ നാലാമത്തെ ജില്ലയായ തേനിയിലേക്കാണ് ഇന്നത്തെ യാത്ര. വിരുദുനഗറിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന വഴി ഗ്രാമപ്രദേശവും അധികം വികസിച്ചിട്ടില്ലാത്തതുമായ സ്ഥലങ്ങളാണ്. കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ 2-3 വീടുകളും ഒരു പെട്ടിക്കടയുമാണ് ആകെ കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ് TVSൻ്റെ ഈ മോപ്പഡ്. ഒരു ഫാമിലിയും അതിൽ ആവശ്യമായ സാധന സാമഗ്രികളും എല്ലാം അവർ ഈ TVSൽ കൊണ്ടുപോകാറുണ്ട്. കശിയിൽ നിന്നും തേനിയിലേക്ക് പോകുന്ന ഈ മാർഗം തിരഞ്ഞെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളവും സ്നാക്സും നമ്മൾ കരുതണം. ഇതുവഴി പോകുമ്പോൾ കടകളോ മറ്റു വ്യാപാര സ്ഥാപനങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല. ആകെയുള്ളത് അവിടെയുള്ള കരിക്ക് കച്ചവടക്കാരെ മാത്രമാണ് കാണാൻ കഴിയുന്നത്. ആദ്യകാലത്ത് ജനവാസം വളരെ കുറഞ്ഞ ഒരു ഏരിയയായിരുന്നു തേനി ജില്ല. മുല്ലപ്പെരിയാർ ഡാം വന്നതോടുകൂടി വിരുദനഗർ, മധുര എന്നിവിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ കുടിയേറിപ്പാർക്കുകയുണ്ടായി. 1996 മധുരയുടെ ഭാഗമായിരുന്ന തേനി എന്ന പ്രദേശം ഒരു പ്രത്യേക ജില്ലയായി മാറിയത്. ഇതുപോലുള്ള ദൂരയാത്രയിൽ ബൈക്കിൽ ആവശ്യത്തിന് കുടിവെള്ളം കരുതുക എന്നത് എൻ്റെ പതിവായതിനാൽ ഈ യാത്രയിൽ അത് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്തു. മേഘമല വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തേനിയിലാണ്. കുംഭകർ ഫാൾസ്, സുരുളി ഫാൾസ്, വൈഗൈ ഡാം എന്നിവയാണ് തേനിയിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. പ്രകൃതി സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്ന സ്ഥലമായതിനാൽ തേനിയെ ഭൂമിയിലെ ഹിഡൻ പാരഡൈസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഉസ്ലാംപട്ടി എന്ന ഗ്രാമത്തിൻ്റെ പേര് കണ്ടപ്പോൾ പഴയ ഒരു സിനിമയിലെ ഉസ്ലാംപട്ടി പെൺകുട്ടി എന്ന പാട്ടാണ് ഓർമ്മ വന്നത്. ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ചൂട് അധികം അനുഭവപ്പെട്ടില്ല. തേനിയിലേക്കുള്ള പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഈ വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വശങ്ങളിൽ വന്യമൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ബോർഡും കാണാം. ഇവിടെ നിന്നും 48 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചാൽ സുരുളി ഫോൾസിലെത്താം. പക്ഷേ സമയപരിധി കാരണം ഞാനത് ഒഴിവാക്കി. ഇത് വൈഗൈ ഡാം. മലനിരകളുടെ സപ്പോർട്ടില്ലാതെ മുഴുവൻ കോൺക്രീറ്റിൽ പണിത് നിർത്തിയിരിക്കുന്ന ചുരുക്കം ചില ഡാമുകളിൽ ഒന്നാണ് വൈഗൈ ഡാം. തേനി, വിരുദുനഗർ, ശിവഗംഗ, ഡിണ്ടിഗൽ, മധുര, നാദപുരം എന്നീ സംസ്ഥാനങ്ങളുടെ ജീവനാഡിയാണ് ഈ ഡാം. സാംസ്കാരികമായും മതപരമായും തമിഴ്നാടിന് വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് വൈഗൈ നദി. വടക്കേ ഇന്ത്യക്കാർക്ക് ഗംഗാ നദി പോലെയാണ് തമിഴ്നാടുകാർക്ക് വൈഗൈ നദി. ഹിന്ദു വിശ്വാസപ്രകാരം ഭാര്യ പാർവതിയുടെ ദാഹം തീർക്കുന്നതിനായി ഭഗവാൻ ശിവൻ സൃഷ്ടിച്ചതാണ് വൈഗൈ നദി എന്നാണ് വിശ്വാസം. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന എന്നർത്ഥം വരുന്ന വൈയൈ എന്ന പദത്തിൽ നിന്നുമാണ് വൈഗൈ എന്ന പേരുണ്ടായത്. വൈഗൈ നദിയുടെ തീരത്തുള്ള ആണ്ടിപ്പട്ടി എന്ന സ്ഥലത്തു നിന്നുമാണ് പശ്ചിമഘട്ടം ആരംഭിക്കുന്നത്. ഇത് തേനി ടൗൺ. ലോകത്തെ ഉയരം കൂടിയ തേയിലത്തോട്ടമായ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് തേനിയിലാണ്. കുരുമുളക്, വെളുത്തുള്ളി എന്നിവ തേനിയിൽ ധാരാളം കൃഷി ചെയ്യുന്നു. തേനി സന്ദർശിക്കാൻ പറ്റിയ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ്. മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന ജയലളിത, MGR എന്നിവരുടെ മണ്ഡലമായതിനാൽ തേനി വളരെ പ്രശസ്തമാണ്. തേനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം പൊങ്കലാണ്. തേനിയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. തമിഴ്നാടിൻ്റെ പുതിയൊരു ജില്ലയുടെ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.